ഹേ ഗായ്സ്, നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ജീവശാസ്ത്രം 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്, ജീവൻ്റെ ജനിതകം. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും DNA, അതിൻ്റെ കണ്ടെത്തൽ, അതിൻ്റെ കമ്പോണൻസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ട ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ജീൻ എഡിറ്റിങ്ങിൻ്റെ രീതിശാസ്ത്രം വികസിപ്പിച്ചതിന് രസതന്ത്ര നോബൽ. കണ്ടോ? അപ്പോൾ അതായത് 2020 രസതന്ത്ര നോബലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2020 രസതന്ത്ര നോബൽ നേടിയത് എമ്മാനുവൽ കാർപെൻറ്ററും ജെന്നിഫർ ഡൗഡ്ന എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞരാണ്. അവർക്ക് എന്തിനാണ് കിട്ടിയത്? എന്തിനാണ് നോബൽ പ്രൈസ് അവർക്ക് കിട്ടിയത്? അവർ CRISPR-Cas9 എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത്. CRISPR-Cas9 എന്ന് പറയുന്ന ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് ഇവർക്ക് എന്ത് കിട്ടിയത്? നോബൽ പ്രൈസ് കിട്ടിയത്. ആ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക, വർഷം ഓർത്ത് വയ്ക്കുക. 2020 ബയോളജിയിലാണ് പഠിക്കുന്നതെങ്കിലും ഇവർക്ക് നോബൽ പ്രൈസ് കിട്ടിയത് രസതന്ത്രത്തിലാണെന്നും മറക്കാതെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് 1953 DNA ചുറ്റുകോണി മാതൃക അല്ലെങ്കിൽ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത്. ആരാണ് പ്രപ്പോസ് ചെയ്യുന്നത്? നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരിത് പ്രപ്പോസ് ചെയ്യുമ്പോൾ ഇവർ ചുമ്മാ കയറി ഇങ്ങനെ ഡബിൾ ഹെലിക്കൽ മോഡലാണ് എന്നും ഇവർ മറ്റ് പഠനങ്ങൾ ഇതിന് മുന്നേ ഒന്നും നടന്നിട്ടില്ല, ഇവർ തന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത്. അങ്ങനെയല്ല, ഇതിനെ ബേസ് DNA സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടെത്താനായിട്ട് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു പഠനം ഇവരുടെ ഈ ചുറ്റുകോണി മാതൃകയാണ് DNA രൂപം, അല്ലെങ്കിൽ DNA മാതൃക എന്ന് പറയുന്നത് ചുറ്റുകോവണിയാണ് എന്ന് ഇവരെ പറയാനായിട്ട് ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ അതിലേക്ക് ഇവരെ എത്തിച്ചേരാനായിട്ട് ഹെൽപ്പ് ചെയ്തത് മറ്റ് രണ്ടുപേരുടെ പഠനമാണ്. അതായത് ആ രണ്ടുപേരാണ് റോസലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും. ഈ മോറിസ് വിൽക്കിൻസും റോസലിൻ ഫ്രാങ്ക്ലിനും എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങൾ നടത്തിയിരുന്നു. DNA എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനങ്ങൾ നടത്തിയിരുന്നു. ആ പഠനങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും അതിനെ കൂടുതൽ പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തിട്ടാണ് വാട്സണും ക്രിക്കും DNA ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ റോസലിൻ ഫ്രാങ്ക്ലിനും നമ്മുടെ മോറിസ് വിൽക്കിൻസും എക്സ്റേ ഡിഫ്രാക്ഷൻ പഠനം നടത്തിയിരുന്നു എന്ന് പറഞ്ഞില്ലേ? അതിൽ ഈ റോസലിൻ ഫ്രാങ്ക്ലിൻ എടുത്ത DNA എക്സ്ട്രാ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഒന്നാണ് ഫോട്ടോ 51. ഈ ഫോട്ടോ 51 നിന്നുള്ള നിർണായക വിവരങ്ങളെ ബേസ് ചെയ്തിട്ടാണ് മറ്റ് രണ്ടുപേരും വാട്സണും ക്രിക്കും ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഫോട്ടോ 51 ആരാണ് എടുത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ റോസലിൻ ഫ്രാങ്ക്ലിനാണ്. ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ആ ഫോട്ടോ 51 ജനറേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്കാണ്. ഈ റോസലിൻ ഫ്രാങ്ക്ലിൻ്റെ കൂടെ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്കിലൂടെ DNA ഘടന പഠിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് മോറിസ് വിൽക്കിൻസ് ആണ്. ഇനി 1958 റോസലിൻ ഫ്രാങ്ക്ലിൻ മരിക്കുകയുണ്ടായി. എന്നിട്ട് എന്ത് സംഭവിച്ചെന്നാൽ 1962 പക്ഷേ ഈ DNA ഡബിൾ ഹെലിക്കൽ മാതൃക പ്രപ്പോസ് ചെയ്തതിന് നമ്മുടെ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും നോബൽ സമ്മാനം ലഭിച്ചു. നേരത്തെ മരിച്ചു പോയതുകൊണ്ട് റോസലിൻ ഫ്രാങ്ക്ലിൻ എന്ത് കിട്ടിയില്ല? ആ പറയുന്ന നോബൽ പ്രൈസ് കിട്ടുകയുണ്ടായില്ല. അടുത്ത പേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഈ DNA സ്ട്രക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഈ ഒരു രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DNA സ്ട്രക്ചർ ഇരിക്കുന്നത്. ഇതിൽ 2 സ്ട്രാൻഡ്സ് ചേർന്നിട്ടാണ് DNA ഫോം ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഡബിൾ സ്ട്രാൻഡഡ് ആണ് DNA. 2 സ്ട്രാൻഡ്സ് ഉണ്ട്. ഇത് ഇത്രയും ഭാഗം വരെ ഒരു സ്ട്രാൻഡും, ഈ ഒരു പോർഷൻ അടുത്ത സ്ട്രാൻഡുമാണ്. കണ്ടോ? ഇത്രയും ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ ഒരു സ്ട്രാൻഡും, ഇത്രയും ഒരു സ്ട്രാൻഡിൻ്റെ ഭാഗവും, അടുത്ത് ഇത് തൊട്ട് ഇതുവരെ ഈ ഒരു ഇത്രയും ഭാഗം അടുത്ത സ്ട്രാൻഡിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ ഈ 2 സ്ട്രാൻഡ്സും കൂടെ ചേർന്നിട്ടാണ് DNA ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ DNA മോണോമറിക് യൂണിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. അപ്പം ഈ ഒരു മാല കുറേ മുത്തുകൾ ചേർത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ മാലയുടെ മോണോമറിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മുത്തെന്ന് നമ്മൾ പറയും. അതേപോലെ DNA മോണോമറിക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഉത്തരമാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. എന്ത് പറയും? ന്യൂക്ലിയോടൈഡ്. അതായത് DNA അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. ഇനി
ഈ കൊടുത്തിരിക്കുന്നയാളാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഈ കൊടുത്തിരിക്കുന്നയാളാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡിൽ 3 കമ്പോണൻസ് ഉണ്ട്. ഇതിൽ ആ ബ്ലൂ കളറിൽ പെൻറ്റഗൺ ഷേപ്പിൽ കൊടുത്തിരിക്കുന്നതാണ് റൈബോസ് ഷുഗർ. എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ. നമ്മൾ DNA ആണല്ലോ പഠിക്കുന്നത്. ഇപ്പോൾ DNAയിൽ കാണുന്ന ഈ പറയുന്ന പെൻറ്റഗൺ ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറാണ് ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. ഈ ഡിയോക്സി റൈബോസ് ഷുഗറിന് ഒരു പെൻഡോസ് ഷുഗറാണ്, അതായത് 5 കാർബൺ അടങ്ങിയ പഞ്ചസാരയാണ്. അതാണ് അതിനെ ഒരു പെൻറ്റഗൺ ആകൃതി, കണ്ടോ? അപ്പം 5 കാർബൺ അടങ്ങിയ പഞ്ചസാരയാണ് നമ്മുടെ ഡിയോക്സി റൈബോസ് ഷുഗർ എന്ന് പറയുന്നത്. സോ ഡിയോക്സി റൈബോസ് ഷുഗർ ഈസ് എ പെൻഡോസ് ഷുഗർ. 5 കാർബൺ അടങ്ങിയിട്ടുള്ള എല്ലാ ഷുഗേഴ്സിനെയും നമ്മൾ പെൻഡോസ് ഷുഗർ എന്നാണ് പറയുന്നത്. റൈബോസ് ഷുഗർ ആവട്ടെ, ഡിയോക്സി റൈബോസ് ഷുഗർ ആവട്ടെ, ഇതെല്ലാം എന്താണ്? പെൻഡോസ് ഷുഗറാണ്, 5 കാർബൺ അടങ്ങിയ ഷുഗറാണ്. ഇനി ഈ കൊടുത്തിരിക്കുന്നുണ്ടോ ഒരു യെല്ലോ കളർ കമ്പോണൻറ്റ്, ഈ ഷുഗറുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. യെല്ലോ കളർ കമ്പോണൻറ്റ് കണ്ടോ, ഷുഗറുമായിട്ട് എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ യെല്ലോ കളർ ആളാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ന്യൂക്ലിയോടൈഡിലെ ആദ്യത്തെ കമ്പോണൻറ്റ് പറഞ്ഞു ഷുഗർ, രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്താണ്? ഈ പറയുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്. അപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ DNA ഒരു നെഗറ്റീവ് ചാർജാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നത്. DNA ഒരു നെഗറ്റീവ് ചാർജാണ് ആര് കൊടുക്കുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നത്. ഇനി അടുത്തത് കണ്ടോ, ഈ ഷുഗർ ഒരു ഗ്രീൻ കളർ സാധനമായിട്ട്, ഒരു സയാൻ കളർ സാധനമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ്, ഈ ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലൂ അല്ല, ഒരു ഗ്രീൻ കളർ ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് നൈട്രജൻ ബേസ്. എന്താണ്? നൈട്രജൻ ബേസ്. അപ്പോൾ നൈട്രജൻ ബേസുമായിട്ടും ഈ ഡിയോക്സി റൈബോസ് ഷുഗർ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിയോക്സി റൈബോസ് ഷുഗർ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ നൈട്രജൻ ബേസിനും ഷുഗറിനും ഇടയിലുള്ള ബോണ്ടിന് വിളിക്കുന്ന പേരാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് വിളിക്കും. കണ്ടോ, ഈ പറയുന്ന നൈട്രജൻ ബേസിനും ഷുഗറിനും ഇടയിലുള്ള ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇനി ഫോസ്ഫേറ്റിനും ഷുഗറിനും ഇടയിൽ ഇവിടെ ഒരു ബോണ്ടുണ്ട്. ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കും. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നൈട്രജൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആൽക്കലൈൻ സ്വഭാവമാണ്. നൈട്രജൻ്റെ സ്വഭാവം എന്താണ്? നൈട്രജൻ ബേസിൻ്റെ സ്വഭാവം, ബേസ് എന്നല്ലേ, ബേസ് ആൽക്കലി. സോ നൈട്രജൻ ബേസിൻ്റെ സ്വഭാവം എന്താണ്? ആൽക്കലി സ്വഭാവമാണ്, ആൽക്കലൈൻ സംയുക്തമാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ സ്ട്രക്ചർ കാണാമല്ലോ. ഇവിടെ കണ്ടോ, ഈ 2 സ്ട്രാൻഡ്സ് തമ്മിൽ എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഈ നൈട്രജൻ ബേസുകളാണ് 2 സ്ട്രാൻഡ്സിനെയും ഒരുമിച്ച് നിർത്തുന്നത്. ഇത് ഇത്രയും ഒരു സ്ട്രാൻഡ്, ഇത്രയും ഭാഗം ഒരു സ്ട്രാൻഡ്, ഇത്രയും ഭാഗം അടുത്ത സ്ട്രാൻഡാണെന്ന് ഞാൻ പറഞ്ഞു. ഈ 2 സ്ട്രാൻഡ്സിനെ തമ്മിൽ ചേർത്ത് നിർത്തുന്നത് നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ടാണ്. കണ്ടോ, നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ബോണ്ടാണ്. അപ്പോൾ ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട്. എന്താണ്? ഹൈഡ്രജൻ ബോണ്ട്. നൈട്രജൻ ബേസുകൾക്കിടയിൽ കാണുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ നൈട്രജൻ ബേസുകളുടെ വിവിധ തരം പറഞ്ഞിട്ടുണ്ട്. അഡിനിൻ, കണ്ടോ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ നമ്മുടെ DNA കാണുന്ന 4 നൈട്രജൻ ബേസുകളാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. മനസ്സിലായോ? DNA 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകൾ കാണും: അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിൽ ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ടും അഡിനിനും തൈമിനും ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ടുമാണ് വരുന്നത്. ഗ്വാനിനും സൈറ്റോസിനും ഇടയ്ക്ക് 3 ഹൈഡ്രജൻ ബോണ്ടും അഡിനിനും തൈമിനും ഇടയ്ക്ക് 2 ഹൈഡ്രജൻ ബോണ്ടും ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പേജിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി വളരെ നമ്മൾക്ക് കൗതുകമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. DNA വലിപ്പം. അതായത് ഓരോ ക്രോമസോമിലെയും DNA ഏകദേശം 2 ഇഞ്ച് നീളമുണ്ടാവും. എത്ര ഇഞ്ചാണ്? 2 ഇഞ്ച്, അതായത് 5 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവും. ഒരു മനുഷ്യ ശരീരത്തിലെ 46 ക്രോമസോമുകളുടെയും DNA ചേർത്ത് വെച്ചാൽ ഏകദേശം 6 അടി നീളം വരും. അതായത് 2 മീറ്ററാണ് നീളം വരുന്നത്. മനുഷ്യ ശരീരം ട്രില്യൺ കണക്കിന് സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ബോഡിയിൽ ട്രില്യൺസ് ഓഫ് സെൽസ് പ്രസൻ്റ് ആണ്. ഒരു സെല്ലിനകത്തിരിക്കുന്ന DNA ലെങ്താണ് ഞാൻ പറഞ്ഞത് 6 അടി നീളം.
അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിനുള്ളിൽ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്, എങ്ങനെയാണ് ഇത് ഇത്രയും കണ്ടൻസ്ഡ് ആയിട്ട് ഓരോ സെല്ലിനുള്ളിലും വച്ചേക്കുന്നതെന്നൊന്ന് ഇമാജിൻ ചെയ്യാമോ? സോ എല്ലാ കോശത്തിലെയും ഡി എൻ എസിനെ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം 67 ബില്യൺ മൈൽ വരും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. 67 ബില്യൺ മൈൽ വരും അതിൻ്റെ ലെങ്ത്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് കേൾക്കുമ്പോൾ വളരെ ഇത് പോസിബിൾ അല്ല എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇറ്റ്സ് ട്രൂ. അപ്പോൾ ഓരോ ക്രോമസോമില്ലേ, നമുക്ക് എത്ര ക്രോമസോമാണ് ഉള്ളത് ഹ്യൂമൻ ബീങ്സിന് 46 ക്രോമസോം. അതിലൊരു ക്രോമസോമിനകത്ത് ഉള്ള ഡി എൻ എയുടെ വലിപ്പം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്, അല്ലെങ്കിൽ 5 സെൻറ്റിമീറ്ററാണ് നീളം ഉണ്ടാവുക. 46 ക്രോമസോം ആകുമ്പോൾ ആ നീളം എന്ന് പറയുന്നത് 6 അടി നീളം, അല്ലെങ്കിൽ 2 മീറ്റർ വരും. ഇനി നമ്മുടെ ശരീരത്തിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ സെല്ലിലെയും ഡി എൻ എ എടുത്ത് കൂട്ടി യോജിപ്പിച്ചാൽ ഏകദേശം 67 ബില്യൺ മൈലാണ് അതിൻ്റെ ലെങ്ത് വരിക. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. സോ ഇത്രയും വലിയ ഡി എൻ എ എങ്ങനെയാണ് നമ്മുടെ സ്മോൾ സെൽസിനകത്ത് കണ്ടൻസ് ചെയ്ത് വച്ചിരിക്കുന്നത്? ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? സോ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്രോമസോമിൻ്റെ ഘടന, ക്രോമസോമിനകത്തെ കമ്പോണൻസ്. ക്രോമസോം എന്ന് വെച്ചാൽ ഡി എൻ എ മാത്രമല്ല. ഓക്കെ, ഡി എൻ എയും പ്രോട്ടീനും ചേർന്നിട്ടാണ് ക്രോമസോം നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഡി എൻ എയും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമറിനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാക്കുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. അപ്പോൾ കണ്ടോ, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഇവിടെ ഓരോ ഹിസ്റ്റോൺ പ്രോട്ടീൻസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള 8 ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. കണ്ടോ, ഈ പിങ്ക് കളറിൽ ആ ഒരു ഗ്രൂപ്പ് ഒരെണ്ണം അല്ല, ഇതുപോലുള്ള 8 എണ്ണം ചേർന്നിട്ട് ഒരു ബണ്ടിലുണ്ടായിരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിനെ കണ്ടോ, ഒരു വയലറ്റ് കളർ സാധനം ചുറ്റുന്നു. ഈ വയലറ്റ് കളറാണ് നമ്മുടെ ഡി എൻ എ. എന്താണ്? വയലറ്റ് കളറിലുള്ളതാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നതാണ് നമ്മുടെ ഡി എൻ എ എന്ന് പറയുന്നത്. അപ്പോൾ ഡി എൻ എയും ഹിസ്റ്റോണുകൾ എന്ന് പറയുന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും എവിടെയുള്ളത്? ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. കണ്ടോ, അതാണ് ഈ പിങ്ക് കളറിൽ ആ മാസമായിട്ട് നടുക്കിരിക്കുന്ന സാധനം. അതിന് ചുറ്റിയിട്ട് എന്തുണ്ട്? അതിന് ചുറ്റിയിട്ട് വയലറ്റ് കളറിൽ ഡി എൻ എ ഉണ്ട്. ഇനി ഈ ഹിസ്റ്റോൺ ഒക്ടാമറിൽ ഇല്ലാത്ത ഹിസ്റ്റോൺ പ്രോട്ടീൻ ഏതെന്ന് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡിഗ്രി ലെവൽ. അത് H1 ഹിസ്റ്റോൺ ആണ്. ഹിസ്റ്റോൺ ഒക്ടാമറിൽ ഇല്ലാത്ത ഹിസ്റ്റോൺ പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ H1 ഹിസ്റ്റോൺ ആണ്. ഇനി ഈ പറയുന്ന സ്ട്രക്ചർ, ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറാണ് ശരിക്കും എന്ത്? ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ കാണാലോ, ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയോസോം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറാണ് എന്ത്? ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. സോ ന്യൂക്ലിയോസോം എന്ന് പറയുന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് എന്ത്? ക്രോമസോമുകൾ ഉണ്ടാക്കുന്നത്. ചുരുളുകളാക്കും, അതായത് വീണ്ടും 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 അതിനെ മാക്സിമം കണ്ടൻസ് ചെയ്യാൻ എത്ര പറ്റുമോ അത്രയും ചുരുളുകളാക്കിയിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ക്രോമസോം ഉണ്ടാക്കുന്നത്. സോ ഇങ്ങനെയുള്ള 2 ക്രോമാറ്റിഡ്സിനെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സാധനമാണ് ഈ നടുക്ക് കൊടുത്തേക്കുന്ന സെൻട്രോമിയർ. കണ്ടോ, സെൻട്രോമിയർ കാണാമല്ലോ. സെൻട്രോമിയർ എന്ന് പറയുമ്പോൾ 2 ക്രോമാറ്റിഡ്സ്. എന്താ, ഇതൊരു ക്രോമാറ്റിഡ്, ഇത് അടുത്ത ക്രോമാറ്റിഡ്. ഇത് ഫോം ചെയ്യുന്നേ ഉള്ളൂ ഒരു ക്രോമാറ്റിഡ്. ഈ 2 ക്രോമാറ്റിഡ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സാധനമാണ് സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രോമിയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ഈ ഒരു പേജ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ നിർത്തുവാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് അടുത്ത ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, ഒരു ഹ്യൂമൻ ബോഡിയിൽ
46 ക്രോമസോമാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിനെ രണ്ടായിട്ട് തിരിക്കാം, സ്വരൂപ ക്രോമസോമുകളെന്നും ലിംഗനിർണയ ക്രോമസോമുകളെന്നും. എന്തൊക്കെയാണ് സ്വരൂപ ക്രോമസോമും ലിംഗനിർണയ ക്രോമസോമും? ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, മനുഷ്യരിലെ ക്രോമസോമുകളുടെ ഒരു കാരിയോ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ, കാണാലോ. ഇതിൽ 22 എല്ലാം ക്രോമസോംസ് നോക്കിക്കഴിഞ്ഞാൽ ജോഡികളായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒന്നാമത്തെ ജോഡി 2 ക്രോമസോം ഉണ്ട്, രണ്ടാമത്തെ ജോഡി ഇവിടെയും 2 ക്രോമസോം ഉണ്ട്, മൂന്നാമത്തെ ജോഡി ഇവിടെ 2 ക്രോമസോം ഉണ്ട്. അതായത് ക്രോമസോമുകൾ എപ്പോഴും ജോഡികളായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് 46 ക്രോമസോം ഉണ്ടെന്ന് പറഞ്ഞാലും അത് മൊത്തത്തിൽ 23 ജോഡി ഉണ്ടെന്ന് പറയാൻ പറ്റുമല്ലോ. അതായത് ഒരു പെയർ ഓഫ് സോക്സ് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം ജോഡി ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് ടോട്ടൽ 23 പെയർ ഓഫ് ക്രോമസോംസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എക്സ്ട്രാ ഒരു പോയിൻ്റാണ്, ഈ ഒന്നാമത്തെ ജോഡിയിലിരിക്കുന്ന, ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിയിലെ എൻ്റെ ഒരു സെല്ലിനകത്തെ ഒന്നാമത്തെ ജോഡി ക്രോമസോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരെണ്ണം എനിക്ക് കിട്ടിയത് എൻ്റെ അമ്മ തന്നതും ഒരെണ്ണം എനിക്ക് തന്നത് എൻ്റെ അച്ഛനുമായിരിക്കും. ഒരെണ്ണം എൻ്റെ അമ്മയുടെ നിന്ന് വന്നതും ഒരെണ്ണം എൻ്റെ അച്ഛൻ്റെ നിന്ന് വന്നതും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യം. ഇനി 23 ജോഡി ക്രോമസോം ഉള്ളതിൽ 22 ജോഡി, ആദ്യത്തെ 22 ജോഡി എന്ന് പറയുന്നത് സ്വരൂപ ക്രോമസോം അല്ലെങ്കിൽ ഓട്ടോസോംസ് എന്ന് പറയും. ആദ്യത്തെ 22 ജോഡി എന്താണ്? സ്വരൂപ ക്രോമസോം അല്ലെങ്കിൽ ഓട്ടോസോംസ്. ലാസ്റ്റ് 23rd പെയർ ഉണ്ടോ, ഇത് രണ്ടായിട്ട് കൊടുത്തേക്കുന്നത് കണ്ടോ, ഇത് 23rd പെയറാണ്, ഇത് 23rd പെയറാണ്. എന്താണെന്ന് അങ്ങനെ മനസ്സിലായോ? അതായത് മനുഷ്യരിൽ ആൺ പെൺ വ്യത്യാസം വരുന്നത് ഈ ലിംഗനിർണയ ക്രോമസോമുകളെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ അതിന് അങ്ങനെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ സ്ത്രീ ആണെങ്കിൽ അവരിൽ XX ആയിരിക്കും ലിംഗനിർണയ ക്രോമസോം എന്ന് പറയുന്നത്. പുരുഷനാണെങ്കിൽ അവരിൽ XY ആണ് ലിംഗനിർണയ ക്രോമസോം. മനസ്സിലായോ? അപ്പോൾ ഒന്നുകിൽ ഞാനെന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, എൻ്റെയിലെ സെക്സ് ക്രോമസോം XX ആണ്. ഇനി ഒരു പുരുഷൻ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ XY ആണ്. അപ്പോൾ എൻ്റെ ഈ 22 ഓട്ടോസോംസും പിന്നെ XXുമാണ് ഉണ്ടാവുക. പുരുഷനാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ 22 ഓട്ടോസോമും ഈ XYയുമാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ സ്വരൂപ ക്രോമസോമുകളെ ഓട്ടോസോംസ് എന്നും നമ്മൾ വിളിക്കും, സൊമാറ്റിക് ക്രോമസോംസ് എന്നും വിളിക്കും. ഓട്ടോസോംസ് എന്നും വിളിക്കും, സൊമാറ്റിക് ക്രോമസോംസ് എന്നും വിളിക്കും. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണിവ. എന്താണ്? ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോമുകൾ. 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. ഒരേപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നാണ് സ്വരൂപ ക്രോമസോമുകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സമരൂപ ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. സ്വരൂപ ക്രോമസോം എന്ന് വെച്ചാൽ ഓട്ടോസോംസ് ആണ്. സമരൂപ ക്രോമസോം എന്ന് വെച്ചാൽ മറ്റൊരു ടേമാണ്. അതായത് 22 ജോഡി സ്വരൂപ ക്രോമസോം ഉണ്ടെന്ന് പറയാം. ഈ ഓരോ ജോഡിയിലും ഉള്ള ഈ ഒരു പെയറായിട്ട് നിൽക്കുന്നില്ലേ, ഈ ഒരു പെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമരൂപ ക്രോമസോം. ഇതുണ്ടോ, ഇതൊരു ഹോമലോഗസ് പെയറാണ്. ഇത് കണ്ടോ, ഇത് അടുത്തൊരു ഹോമലോഗസ് പെയറാണ്. അപ്പോൾ സ്വരൂപ ക്രോമസോമുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് 22 സമജോഡി ക്രോമസോമുകളെ കാണാനായിട്ട് പറ്റും. എന്താണ്? സമരൂപ ക്രോമസോമുകളെ കാണാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് എ ഹോമലോഗസ്. ഇത് രണ്ടും എന്താണ്? ഹോമലോഗസ് ക്രോമസോംസ് ആണ്. അതായത് ഇവരുടെ ജീൻസിൻ്റെയൊക്കെ പൊസിഷൻ സെയിം ആയിരിക്കും. ഇത് ഒന്ന് അച്ഛൻ്റെ നിന്ന് വന്നതും ഒന്ന് അമ്മയുടെ നിന്ന് വന്നതുമാണ്. സോ ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ. കണ്ടോ, ഇതൊരു ജോഡി, ഇത് അടുത്ത ജോഡി. ഇവയിൽ ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതാണ്. അപ്പോൾ ഹോമലോഗസ് ക്രോമസോംസും ഓട്ടോസോംസും തമ്മിലുള്ള വ്യത്യാസം, ഓട്ടോസോംസ് എന്നുള്ള ടേം അല്ലെങ്കിൽ സൊമാറ്റിക് ക്രോമസോം എന്നുള്ള ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് 22 ജോഡി ഓട്ടോസോംസ് ഉണ്ട്. 22 ജോഡി ഓട്ടോസോംസിലുള്ള ഓരോ ജോഡിയും എന്താണ്? ഹോമലോഗസ് ക്രോമസോമാണ്. ഈ ഒരു ക്രോമസോം ഇതിനോട് ഹോമലോഗസ് ആണ്, ഇതിനോട് ഹോമലോഗസ് ആണ്. ഒരെണ്ണം നമുക്ക് അമ്മയുടെ നിന്നും ഒരെണ്ണം നമുക്ക് അച്ഛൻ്റെ നിന്നാണ് കിട്ടുന്നത്. ഈ ഏത് ജോഡി എടുത്താലും ഒരെണ്ണം അമ്മയുടെ നിന്നും ഒരെണ്ണം അച്ഛൻ്റെ നിന്നും ലഭിച്ചതാണ്. ഇനി അടുത്തതാണ് ലിംഗനിർണയ ക്രോമസോമുകൾ. അതിനെ സെക്സ് ക്രോമസോംസ് അഥവാ അല്ലോസോംസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? അല്ലോസോംസ് എന്ന് വിളിക്കും. ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണിവ. അതായത് ഒരാൾ
പുരുഷനാണോ സ്ത്രീ ആകണോ നിർണ്ണയിക്കുന്നത് ആരാണ്? ലിംഗനിർണ്ണയ ക്രോമസോമുകളാണ്. ഇവ 2 തരമുണ്ട്, എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. വൈ ക്രോമസോം എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. ഈ ഫിഗറിൽ നിന്ന് തന്നെ കാണാം വൈ ക്രോമസോം ഇസ് വെരി സ്മോൾ അല്ലേ. സോ വൈ ക്രോമസോം പുരുഷന്മാരിലാണ് കാണുന്നത്. ഒരു കുട്ടി ആണാകണോ പെണ്ണാണോ എന്ന് നിർണ്ണയിക്കുന്നത് പോലും വൈ ക്രോമസോമാണ്. അതായത് അച്ഛനാണ് വൈ ക്രോമസോം കൊടുക്കുന്നത്. പണ്ട് നമ്മൾ കുറ്റപ്പെടുത്തല്ലേ, പെൺകുട്ടി ജനിച്ചാൽ അത് അമ്മയുടെ കുഴപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് പണ്ട് കുറേ ചിന്താഗതികളുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഒരു കുഞ്ഞ് ആണായിരിക്കണോ പെണ്ണായിരിക്കണോ തീരുമാനിക്കുന്ന ആരാണ്? ആ വൈ ക്രോമസോമാണ്. അത് ഫാദറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ, ഫാദറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. അപ്പോൾ വൈ ക്രോമസോമിൽ കാണുന്ന ജീനാണ് SRY ജീൻ. പരീക്ഷയ്ക്ക് ചോദിക്കാം SRY ജീനിൻ്റെ ലൊക്കേഷൻ വൈ ക്രോമസോമാണ്. SRYയിലും ഒരു വൈ ഉണ്ട്, വൈ ക്രോമസോമിലും വൈ ഉണ്ട്. സോ ഇതാണ് ഭ്രൂണത്തിൽ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ഭ്രൂണം വൈ ക്രോമസോം ആരിലാണ് കാണുന്നത്? മെയിൽസിൽ. വൃഷ്ണം എന്ന് വെച്ചാൽ ടെസ്റ്റിസിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നത് എന്താണ്? ഈ SRY ജീനാണ്. ഈ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നിർത്താം. വ്യത്യസ്ത ജനിതക ഘടനകൾ, അതായത് ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ 22 പെയർ ഓട്ടോസോംസും HH എന്ന് പറയുന്ന സെക്സ് ക്രോമസോമുമാണ് ഉള്ളത്. അപ്പോൾ 22 ജോഡി ഓട്ടോസോംസ് എന്ന് പറയുന്നതിന് വരെ എനിക്ക് എന്ത് പറയാം? 44A എന്ന് പറയാം, അല്ലെങ്കിൽ 22 പെയർ ഓഫ് A എന്ന് പറയാം അല്ലേ. സോ A റെപ്രസെൻറ്റ്സ് ഓട്ടോസോംസ് എന്നുള്ള രീതിക്ക് നമ്മൾ A ഉപയോഗിക്കും. അല്ലെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം, 44 + XX എന്ന് ഉദ്ദേശിക്കുന്നത് ഫീമെയിലും 44 + HY എന്ന് ഉദ്ദേശിക്കുന്നത് മെയിലുമാണ്. അപ്പോൾ മനുഷ്യരിൽ നോർമലായിട്ട് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കാണുന്നത്. അതായത് പുരുഷനാണെങ്കിൽ 44 + HY എന്നുള്ള കണ്ടീഷനാണ് കാണിക്കുന്നത്. ഫീമെയിൽ ആണെങ്കിൽ 44 + HH, അതായത് അവരുടെ സെല്ലിനകത്തുള്ള ക്രോമസോമിൻ്റെ നമ്പറാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, HH ഷോസ് അവരേത് ലിംഗം, അല്ലെങ്കിൽ HY ഷോസ് അവരേത് ലിംഗത്തിൽ പെടുന്ന ആളാണ്, സ്ത്രീയാണോ പുരുഷനാണോ. ഇനി ഇതാണ് നോർമൽ ഇൻഡിവിജ്വൽസിൽ കാണുന്നത്. ഇപ്പം ഒരു പുരുഷൻ നോർമലായിട്ടുള്ള മെയിലാണെങ്കിൽ 44 + HY, നോർമലായിട്ടുള്ള ഫീമെയിൽ ആണെങ്കിൽ 44 + HH. എന്നാൽ ഈ ഘടനകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ജനിതക ഘടനകൾ മനുഷ്യരിൽ കാണപ്പെടുന്നു. അപ്പോൾ അത് വ്യക്തികളിലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികാസത്തെ ഒരുപാട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു ക്രോമസോം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതാണ് ഈ പറയുന്നത്. ചില വ്യക്തികളിൽ ഒരു ക്രോമസോം കൂടുതലോ ഒരു ക്രോമസോം കുറവോ ഒക്കെ കാണാം. സോ ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും എന്ത് ചെയ്യും? ആശ്രയിച്ചിരിക്കും. 44 + H0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ, ഇവ ടർണർ സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഇവരെന്താ അവസ്ഥയിലുള്ളവരാണ്? ടർണർ സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിൽ ഉള്ളവരാണ്. ഇനി 44 + HHH നോക്കിയേ, 44 + HHH ആണ്. 3 X ക്രോമസോം ഉള്ള സ്ത്രീകൾ, ഇവർ XXX സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. ഇവരെന്താണ്? XXX സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. അടുത്ത് നോക്കിയേ, 44 + HHY കണ്ടോ, 2 X ക്രോമസോമുകളും ഒരു Y ക്രോമസോമും ഉള്ള പുരുഷൻ. Y വന്നു കഴിഞ്ഞാൽ പുരുഷനായിരിക്കും. സോ 2 X ക്രോമസോമും ഒരു Y ക്രോമസോമും ഉള്ള പുരുഷൻ, ഇവർ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരാണ്. ഇവരെന്താണ്? ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം ഉള്ളവരാണ്. അപ്പോൾ ഈ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിൻ്റെ ഒരു പ്രത്യേകതയാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്. ആ പുരുഷന്മാരിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതിനെയാണ് ഗൈനക്കോമാസ്റ്റിയ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കും? ഗൈനക്കോമാസ്റ്റിയ. ഇനി 44 + HYY, 44 + HYY, Y വന്നാലേ പുരുഷന്മാരാണെന്ന് ഓർക്കണം. ഒരു X ക്രോമസോമും 2 Y ക്രോമസോമും ഉള്ള പുരുഷന്മാർ, ഇവർ HYY സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഇവരെന്താണ്? HYY സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലുള്ളവരാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന ജനിതക ഘടനയിലുള്ള വ്യക്തികളിൽ ലിംഗനിർണ്ണയം സങ്കീർണമായിരിക്കാം. അതായത് ഉദാഹരണത്തിന് ടേർണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകാം, എന്നാൽ അവരിൽ കൗമാര ആരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കുന്നില്ല. അതായത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യണം. ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, അങ്ങനെയുള്ള ഒത്തിരി ഡെവലപ്മെൻറ്റ്, നോർമൽ മെൻസ്ട്രൽ ആയിട്ടുള്ള സൈക്കിൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവരിൽ ഡെവലപ്പ് ചെയ്യണം. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ബാക്കിയുള്ളതെല്ലാം ഡെവലപ്പ് ചെയ്യണം. ഇതൊന്നും അവരിൽ എന്ത് ചെയ്യില്ല, വികസിക്കത്തില്ല.
ഇനി ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം ഉള്ള പുരുഷന്മാരിലാണെങ്കിൽ പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാവും, എന്നാൽ അവർക്ക് സ്ത്രീലിംഗ ലക്ഷണങ്ങളും കാണിക്കും. അവരെന്തും കാണിക്കും? സ്ത്രീലിംഗ ലക്ഷണങ്ങളും കാണിക്കും. സോ ഇതുവരെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ബാക്കി ജീൻ തൊട്ടുള്ളത് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം. താങ്ക്